ഇതാണ് ഹോളിലാൻഡ് ലാർക്ക് M2 വയർലെസ് ലാവലിയർ മൈക്രോഫോണിൻ്റെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുക യൂസർ മാനുവൽ, അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ അവരുടെ കുറച്ച് ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ബോക്സ് മെയിൻ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ബോക്സ് വന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിലുള്ളൊരു ബോക്സിനുള്ളിലാണ് നമ്മുടെ മൈക്ക് വന്നിട്ടുള്ളത്. ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ്റെ LED കത്തുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിനകത്തുള്ളത് ഒരു റിസീവറാണ്. ഇത് നമ്മുടെ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു റിസീവർ കിട്ടുന്നുണ്ട്. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മൈക്ക് യൂണിറ്റ് വരുന്നുണ്ട്. വീണ്ടും ഒരു മൈക്ക് യൂണിറ്റ് വരുന്നുണ്ട്. അങ്ങനെ 2 മൈക്ക് യൂണിറ്റുകളാണ് അതിനകത്ത് വരുന്നത്. ഇത് ചാർജിങ് കേസാണ്. ചാർജിങ് കേസ് നമുക്ക് ഇതിൻ്റെ പുറകുവശത്തായിട്ട് USB Type-C കേബിൾ കണക്ട് ചെയ്യാനുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. മുൻവശത്തായിട്ട് ഒരു ചാർജിങ് ഇൻഡിക്കേഷനും ഹോളിലാൻഡിൻ്റെ ലോഗോയും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ബോക്സിനകത്ത് വന്നിട്ടുള്ളത് നമുക്കിവിടെ ഐഫോണിൽ ലൈറ്റനിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് Type-C ഡിവൈസുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ ഒരു റിസീവർ. 2 ക്ലിപ്പുകൾ വന്നിട്ടുണ്ട്. ഇത് മാഗ്നറ്റിക് അറ്റാച്ച് ചെയ്തിട്ടുള്ള 2 ക്ലിപ്പുകളാണ്. നമുക്കിത് ഷട്ടിലൊക്കെ കുത്തി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന 2 ക്ലിപ്പുകളാണ് വന്നിട്ടുള്ളത്. ഇതിനുള്ള ഒരു വള്ളി പോലെ മാല പോലത്തെ 2 ഐറ്റംസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നമ്മുടെ ഒരു മാല പോലെ നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെ ഒരു മാഗ്നറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മൈക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാല ലോക്കറ്റ് പോലെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണത്. അത് 2 എണ്ണം തന്നിട്ടുണ്ട്. നമ്മുടെ മറ്റേ വിൻഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് എന്താ പറയുക, അതിൻ്റെ പേരെനിക്കറിയില്ല. ആ ഒരു സാധനം മനസ്സിലായില്ലേ? ഇത് ഒരെണ്ണം തന്നിട്ടുണ്ട്. ഒന്നല്ല, ഒന്നും കൂടി അത് കണക്കത്തെ സാധനം പറ്റുന്നുണ്ട്. അതെ, 2 ഐറ്റം ഉണ്ട്. ഒന്നും ഇപ്പോൾ പൊട്ടിക്കുന്നില്ല വെറുതെ. അപ്പോൾ അതാണ് ആ ഒരു ഐറ്റം. USB Type-A to C വരുന്ന ഒരു USB കേബിൾ നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു TRRS കേബിൾ ഇത് നമുക്ക് മൈക്ക്, നമ്മുടെ ക്യാമറ, DSLR ക്യാമറ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു TRRS കേബിൾ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാം. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ പഴയ ബോയ BOI M1 എന്ന് പറയുന്ന സാധാരണ മൈക്കിലുള്ള വോയിസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. ഇത് ഞാൻ എൻ്റെ വായ്ക്ക് അടുത്തേക്ക് പിടിച്ച് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. മൈക്ക് കണക്റ്റ് ആയതിൻ്റെ ഭാഗത്തൊരു പച്ച കത്തിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഷർട്ടിൽ ഒരു മാഗ്നറ്റ് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ പിറകിൽ വെച്ചുള്ളൊരു മാഗ്നറ്റ് ഇളക്കിയെടുത്തു. ഇവിടെ ഷർട്ടിലൊന്ന് വെക്കുകയാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഷർട്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ വെക്കുമ്പോൾ ഉള്ളൊരു ഓഡിയോ ആണ്. എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് നോക്കുക. ഇനി ഇവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് പ്രസ് ചെയ്യാണ്. നോയിസ് ക്യാൻസലേഷൻ ആയിട്ടുണ്ടോ തോന്നുന്നു. എനിക്കറിയില്ല എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന്. ഓഡിയോ എങ്ങനെയുണ്ട്? ഹലോ 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 ഞാൻ ദൂരേക്ക് പിടിക്കുമ്പോൾ എത്രത്തോളം ഓഡിയോ വരുന്നുണ്ട്? ഹലോ 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 സൗണ്ട് കുറവാണെന്നാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. സംഭവം ഞാൻ ഇനി ഈ ഒരു മൈക്ക് കൂടെ ഷട്ടിൽ ഞാൻ തൽക്കാലം വയ്ക്കുന്നു. മാഗ്നറ്റ് ഒട്ടിയിട്ടുണ്ട്. ഇനി 2ാമത്തെ മൈക്ക് കൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, അതിലെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇത് ചാർജിങ് കേസിൽ നിന്ന് ഞാൻ 2ാമത്തെ മൈക്ക് പുറത്തേക്ക് എടുക്കുന്നു. അതിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യാതെ തന്നെ അത് ഓൺ ആയിട്ടുണ്ട്. ഹലോ 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 അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഇതാണ്. ഈ കേൾക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി. ഞാൻ ഇതും ഷർട്ടിലേക്ക് ഇത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലത്തെ പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ 2ാമത്തെ ആളിൻ്റെ കൊടുക്കുക. ഞാനിത് 2ഉം എൻ്റെ ഷർട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഹലോ 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 നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു മൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വിലയും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാം.